മലപ്പുറം ചട്ടിപ്പറമ്പിൽ വീട്ടിൽ പ്രസവിക്കുകയും ആ ഒരു പാവം പെൺകുട്ടി മരിച്ചു പോവുകയും ചെയ്തു. അപ്പൊ അതിന് കൂടുതൽ വിശദാംശങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ യുവതി മരിച്ച സംഭവത്തിൽ യുവതിയുടെ ഭർത്താവ് സിറാജുദ്ദീൻ ആംബുലൻസ് വിളിച്ച് തെറ്റിദ്ധരിപ്പിച്ചാണ് എന്നറിയാൻ കഴിയുന്നു. ശ്വാസം മുട്ടിനെ തുടർന്ന് മരിച്ച വയോധികയുടെ മൃതദേഹം കൊണ്ടുപോകണം എന്നാവശ്യപ്പെട്ടായിരുന്നു ആംബുലൻസ് ഡ്രൈവറെ വിളിച്ചത്. പെരുമ്പാവൂരിൽ യുവതിയുടെ വീട്ടിലെത്തിയപ്പോഴാണ് സംഭവം മനസ്സിലായത്. ആംബുലൻസ് ഡ്രൈവർ നമ്മളോട് സംസാരിച്ചു. ആ പ്രതികരണം ജസ്റ്റ് ഒന്ന് കേൾക്കാം. മലപ്പുറം ചട്ടിപ്പറമ്പിൽ വീട്ടിലെ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ചതുമായി ബന്ധപ്പെട്ട് ഭർത്താവ് സിറാജുദ്ദീനെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. അന്ന് രാത്രി ഒരു പുലർച്ചെ 3 മണിയോട് കൂടിയുള്ള ഒരു സമയത്താണ് ഈ വീട്ടിൽ നിന്നും ഈ യുവതിയുടെ മൃതദേഹം ഈ പെരുമ്പാവൂരിലേക്ക് മലപ്പുറത്ത് നിന്നും കൊണ്ടുപോകുന്നത്. ഈ എന്താണ് സംഭവിച്ചതെന്ന് പോലും അറിയാതെയായിരുന്നു അന്ന് ഈ ആംബുലൻസ് ഈ വീട്ടിലേക്ക് എത്തിയത്. ഇപ്പോൾ ആംബുലൻസ് അന്ന് ഓടിച്ചിരുന്ന അനിൽ നമ്മോടൊപ്പം ചേരുകയാണ്. അന്ന് എങ്ങനെയാണ് നിങ്ങളെ വീട്ടിലെത്തുന്നത്? എന്താണ് അന്ന് സംഭവിച്ചത്? നമുക്ക് ഏകദേശം 2:30 ടൈമിലാണ് കോള് വരുന്നത്. കോള് വന്നപ്പോൾ നമ്മളോട് പറഞ്ഞു എറണാകുളം ഭാഗത്തേക്ക് ഒരു ബോഡി കൊണ്ടുപോകാനുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ചോദിച്ചു എന്ത് പറ്റിയതാണെന്ന് ചോദിച്ചു. പറഞ്ഞു പ്രായം ചെന്ന ഒരാളാണ്, പിന്നെ ശ്വാസം മുട്ട് പറ്റി മരണപ്പെട്ടതാണ് എന്ന് പറഞ്ഞു. ഞങ്ങൾ ചെന്നപ്പം കാണുന്ന കാഴ്ച കട്ടിലയിൽ ബോഡി തുണിയിൽ പൊതിഞ്ഞ് പായിൽ പൊതിഞ്ഞ് കിടക്കുന്ന ഒരു കണ്ടീഷനാണ് ഞങ്ങൾ കണ്ടത്. ഞങ്ങൾ നേരെ വണ്ടി കയറ്റി കഴിഞ്ഞ് പോകുന്ന വഴിക്ക് ഇവരോട് ഞങ്ങൾ ചോദിച്ചു എന്താണ് സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ പറഞ്ഞു ഇതേ മോഡൽ പ്രായം ചെന്നതാണ്, ഇതേ മോഡൽ അസുഖം പറ്റി മരിച്ചതാണെന്ന് പറഞ്ഞു. പെരുമ്പാവൂർ ഇവരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോടെ ഞങ്ങളവിടെ കാത്തു നിന്നു. നാട്ടുകാരും കുടുംബക്കാരും അവർ പറഞ്ഞു ബോഡി ഇറക്കാൻ പറ്റത്തില്ല, ഞങ്ങൾക്കൊരു സംശയമുണ്ട്, പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടുന്ന് പോയ അവിടുത്തെ ആൾക്കാരെല്ലാവരും കൂടെ കച്ചറയും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പം ഞങ്ങൾ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടുത്തെ ഒരാളോട് ചോദിച്ചത് ഇതെന്താ സംഭവം എന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഇന്ന സംഭവങ്ങൾ പ്രസവത്തിൻ്റെ ഇടയ്ക്കാണ് മരിച്ചത്, നിങ്ങൾക്കൊന്നും അറിയത്തില്ലായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കൊന്നും അറിയത്തില്ല, ഞങ്ങൾ ഈ രീതിയിൽ വിളിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. പോലീസുകാർ വന്നു, സാറുമാരോട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു, നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ബോഡി വെച്ച് ഞങ്ങൾ സ്റ്റേഷനിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. നമുക്ക് ഈ പ്രസവത്തിൽ മരിച്ചു നമുക്ക് അറിയുന്നില്ല. അപ്പം ഒരു സ്ത്രീൻ്റെ കയ്യിലാണ് കുഞ്ഞുള്ളത്, പിന്നെ വേറെ ഒരു ചെറിയ കുഞ്ഞെങ്ങാണ്ടുണ്ടായിരുന്നു നടക്കുന്ന പ്രായമുള്ളത്. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് ഈ അവർന്ന് സംസാരിച്ച ആൾ പറഞ്ഞു ആ കാറിൻ്റെ ഉള്ളിൽ ചതക്കി പൊതിഞ്ഞ് കുഞ്ഞുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ വന്ന ടൈമിൽ ആ കുഞ്ഞ് കാറിൽ തന്നെ ആയിരുന്നു. സ്ട്രെച്ചർ കയറ്റാനൊക്കെ ഞാൻ തന്നെ അനിലും പിന്നെ അവിടുന്ന് 2-3 ആൾക്കാരും കൂടെ കൂടിയിട്ട് ഞാൻ മുസ്ലിംസിൻ്റെ ബോഡിയല്ലേ ഓൾറെഡി നമുക്ക് തുറന്നു നോക്കാൻ പറ്റില്ലല്ലേ, പൊതിഞ്ഞ് കഴിഞ്ഞാൽ തുറന്നു പ്രത്യേകമാണ് മുസ്ലിംസിൻ്റെ ബോഡി നമുക്ക് നമുക്ക് കാണാൻ കഴിയില്ല, സ്ത്രീകളും കൂടി ആവുമ്പോൾ. അതെ പ്രത്യേകം കാണാൻ കഴിയില്ല. ഒരു പ്രായമായ ഒരാളാണെന്നും ഈ ശ്വാസം മുട്ട് വന്ന് മരിച്ചതാണെന്നും തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ ആംബുലൻസ് വിളിക്കുകയും അവരെ എറണാകുളം വരെ എത്തിക്കാനുണ്ടായ സാഹചര്യമൊക്കെ തന്നെ ഈ സിറാജുദ്ദീനും സംഘവും ഉണ്ടാക്കിയെടുത്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്യാമറമാൻ അബിദ് കല്ലായിക്കൊപ്പം സമീർ ബിൻ കരീം, 24 മലപ്പുറം. സമീർ ബിൻ കരീമാണ്. സമീർ, അടിപിടി ദുരൂഹമാണ്. 6 മണിക്ക് കുഞ്ഞ് ജനിക്കുന്നു, 9 മണി വരെ രക്തപ്രളയത്തിൽ ആ പാവം യുവതി കിടക്കുന്നു, ആ യുവതി മരിക്കുന്നു. മരിച്ചോന്ന് പറഞ്ഞിട്ട് ആംബുലൻസിൽ വേറെന്തൊക്കെയോ കള്ളം പറഞ്ഞു കൊണ്ടുപോകുന്നു. അടിമുടി ദുരൂഹം പോലീസ് അന്വേഷിക്കുന്നില്ലേ? ഈ സിറാജുദ്ദീൻ എന്ന് പറയുന്ന ആളുടെ കസ്റ്റഡി എന്തായി? അറസ്റ്റ് എങ്ങനെയാണ്? ചോദ്യം ചെയ്യൽ എങ്ങനെയാണ്? സമീർ, ഗുഡ് മോർണിംഗ്. ഹാഷ്മി, ഈ മരിച്ച യുവതിയുടെ ഭർത്താവ് കേസിലെ പ്രതി സിറാജുദ്ദീൻ നിലവിലുള്ളത് മലപ്പുറം പോലീസ് സ്റ്റേഷനിലാണ്. ഇയാളുടെ അറസ്റ്റ് രാവിലെയോട് കൂടി തന്നെ രേഖപ്പെടുത്തുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നീട് 10 മണിയോട് കൂടി ജില്ലാ പോലീസ് മേധാവി വാർത്താസമ്മേളനം നടത്തി ഇതിലുണ്ടായ കാര്യങ്ങളും കണ്ടെത്തലുകളും എല്ലാം തന്നെ കൃത്യമായി തന്നെ ജില്ലാ പോലീസ് മേധാവി വിശദീകരിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസം വൈകുന്നേരം 6 മണിക്കാണ് ഈ സ്ത്രീയുടെ പ്രസവം ഈ ചട്ടിപ്പറമ്പിലെ വീട്ടിൽ നടക്കുന്നത്. തുടർന്ന് 9 മണിയോടുകൂടി രക്തം വാർന്നുകൊണ്ട് യുവതി മരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് പുലർച്ചെ 2:30 കൂടിയാണ് ഈ ആംബുലൻസ് ഡ്രൈവർക്ക് ഒരു കോൾ വരുന്നത്. പെരുമ്പാവൂരിലേക്ക് ഒരു മൃതദേഹം കൊണ്ടുപോകാനുണ്ട് എന്നുള്ളതായിരുന്നു. എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ശ്വാസം മുട്ട് മൂലം മരിച്ച ഒരു വയോധികയുടെ മൃതദേഹമാണ് കൊണ്ടുപോകാനുള്ളത് എന്നായിരുന്നു ഈ ആംബുലൻസ് ഡ്രൈവർ അനിലിനോട് ഈ വിളിച്ചയാൾ പറഞ്ഞത്. പിന്നാലെ 3 മണിയോട് കൂടി ഈ വീട്ടിലെത്തുന്ന സമയത്ത് മൃതദേഹം ആദ്യം തുണിയിൽ പൊതിഞ്ഞ നിലയിലും പിന്നീട് ഒരു പായ കൊണ്ട് അതിന് മുകളിൽ പൊതിഞ്ഞ നിലയിലുമായിരുന്നു എന്നുള്ളതാണ് ഈ ആംബുലൻസ് ഡ്രൈവർ വ്യക്തമാക്കിയത്. എന്നാൽ അത് തുറന്നു നോക്കിയതുമില്ല എന്നുള്ളതാണ്. കാരണം ഒരു മുസ്ലിം സ്ത്രീ ആയതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള ആളുകൾക്ക് നോക്കുന്നതിന് പരിമിതിയുണ്ട്. അങ്ങനെ ആ മൃതദേഹം അപ്പോൾ തന്നെ വാഹനത്തിലേക്ക് കയറ്റുന്നു. ഈ സിറാജുദ്ദീന്റെ സുഹൃത്താണ് ഈ ആംബുലൻസ് ഡ്രൈവർക്കൊപ്പം ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഈ നവജാത ശിശുവും ഒപ്പം തന്നെ മറ്റുള്ള കുട്ടിയും സിറാജുദ്ദീൻ ഉൾപ്പെടെയുള്ളവർ സിറാജുദ്ദീന്റെ കാറിലാണ് ഈ പെരുമ്പാവൂരിലേക്ക് പോകുന്നത്. കൂടെ ഒരു സ്ത്രീകളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നിലവിൽ ഈ ആംബുലൻസ് ഡ്രൈവർ വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ ഈ ആംബുലൻസിനെ അനുഗമിച്ച് പെരുമ്പാവൂരിലെത്തുന്ന സമയത്താണ് ആകെ സംഘർഷമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കാരണം ഈ യുവതി മരിച്ചെന്ന് ആ വീട്ടുകാർ അറിയുന്നത് ഈ
ഈ ആംബുലൻസ് എത്തുന്ന സമയത്താണ്. ഉടൻ തന്നെ സിറാജുദ്ദീനെ ചോദ്യം ചെയ്യുകയും അത് അവരുടെ സംഘർഷാവസ്ഥയിലേക്ക് പോവുകയും ചെയ്തു. മൃതദേഹം വീട്ടിലിറക്കാൻ വീട്ടുകാർ തയ്യാറായില്ല. പിന്നീട് പോലീസിനെ വിവരം അറിയിച്ചു, ആശുപത്രിയിലേക്ക് മാറ്റുകയാണുണ്ടായത്. ആ സമയത്താണ് ഈ ആംബുലൻസ് ഡ്രൈവർമാർ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം പോലും കൃത്യമായി അറിയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് പോലീസുമായി തന്നെ സഹകരിച്ച് പോലീസിനോട് കൃത്യമായി കാര്യങ്ങളൊക്കെ തന്നെ ഈ ആംബുലൻസ് ഡ്രൈവർമാർ മൊഴി നൽകുകയും എല്ലാം തന്നെ ചെയ്ത് അവർ പിന്നീട് പിരിഞ്ഞു പോവുകയും ചെയ്തു എന്നുള്ളതാണ്. അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസമാണ് ഈ സിറാജുദ്ദീനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് മലപ്പുറം പോലീസിന് കൈമാറുകയും ചെയ്തിരിക്കുന്നത്. ഇയാൾക്കെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് രേഖപ്പെടുത്താനാണ് നിലവിൽ പോലീസിന്റെ തീരുമാനം. ഹാഷ്മി.